Hello. Hi dear parents and students, I am back with another video. അപ്പം പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ നൗൺസ് എന്താണെന്ന് മനസ്സിലാക്കി അല്ലേ? അപ്പോൾ ഇനി അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ തന്നെയാണ് ഈ വീഡിയോ കേട്ടോ. അതായത് കുറച്ച് അമ്മമാർ കുറച്ച് പാരൻസ് എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് അവർക്ക് നൗൺസ് എന്നുള്ളത് മനസ്സിലായി. ഓക്കെ, ബട്ട് ടൈപ്സ് ഓഫ് നൗൺസിൽ 2 ടൈപ്പ് നൗണ് ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ട് അവർ പറയും. ഓക്കെ, സോ ഐ തോട്ട് ഓഫ് എക്സ്പ്ലെയിനിങ് ദാറ്റ് ഇൻ ടുഡേയ്സ് വീഡിയോ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ അതിനെ പറ്റി ചെയ്യാം, ആ ഒരു ടോപ്പിക് എടുക്കാമെന്ന് കരുതി. ഇത് വേറെ ഒന്നുമല്ല, ഈ കൺഫ്യൂസിങ് ആയിട്ടുള്ള 2 ടൈപ്പ് ആയിട്ടുള്ള നൗണ് എന്ന് പറയുന്നത് കോമൺ ആൻഡ് പ്രോപ്പർ. ഓക്കെ, സോ വിതൗട്ട് വേസ്റ്റിംഗ് ടൈം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദിസ് വീഡിയോ. സോ nouns, we have already seen that nouns are names. അല്ലേ? ആളുകളുടെ, സ്ഥലത്തിൻ്റെ, അതുപോലെ സാധനങ്ങളുടെ, ആനിമൽസ്, പ്ലാന്റ്സ്, വേർഡ്സ് എല്ലാത്തിൻ്റെയും പേരുകളാണ് nouns എന്ന് പറയുന്നത്. ഓക്കെ, that we have seen already. Now coming to common and proper noun. For example, first one, teacher. So I am taking മൈ പ്രൊഫഷൻ ആസ് എൻ എക്സാമ്പിൾ. ഞാൻ എൻ്റെ കാര്യം തന്നെ പറഞ്ഞ് തുടങ്ങാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ടീച്ചർ എന്നുള്ളത് ആദ്യമേ എഴുതിയത്. ഓക്കെ, ടീച്ചർ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം? ടീച്ചർ, എൻ്റെ മോൻ അല്ലെങ്കിൽ മോക്ക് ഭയങ്കര കൺഫ്യൂസിങ് ആണ്. ഈ പേരുകൾ എന്നുള്ളത് നൗൺ ആണെന്ന് മനസ്സിലായി, പക്ഷേ ഇതെങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും? കോമൺ ആണോ പ്രോപ്പർ ആണോ? അവരെപ്പോഴും തെറ്റിക്കുന്ന ഒരു കാര്യമാണ്. സോ ദിസ് ഇസ് ദ കംപ്ലയിൻറ്റ് ദാറ്റ് ഐ എം ഗെറ്റിംഗ് ഫ്രം മോസ്റ്റ് ഓഫ് ദി പാരൻസ്. സോ ലെറ്റ്സ് സീ how well you can explain this topic to your children. So teacher എന്ന് പറയുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഐ എം എ ടീച്ചർ. സോ ഒരു കുട്ടിയെ എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ചൈൽഡ് വിൽ ബി ഹാവിങ് സോ മെനി ടീച്ചേഴ്സ് ഇൻ ഹിസ് ലൈഫ് അല്ലേ? ഫോർ എക്സാമ്പിൾ ഇൻ സ്കൂൾ ഇറ്റ്സെൽഫ് ദേ ഹാവ് ദിയർ സബ്ജക്ട് ടീച്ചേഴ്സ്, ദ ക്ലാസ് ടീച്ചർ, ആൻഡ് ഒരു ട്യൂഷന് പോവുകയാണെന്നുണ്ടെങ്കിൽ, ട്യൂഷന് പോകുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിൽ ദേ വിൽ ബി ഹാവിങ് ദ ട്യൂഷൻ ടീച്ചർ ആസ് വെൽ. Right? അപ്പോൾ there are so many teachers for that child. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നതാണ്. അതായത് ഒരു ഗ്രൂപ്പിന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പ്രൊഫഷണൽസിന് പറയുന്ന ഒരു പേരാണ് ടീച്ചർ. സോ അത് കാരണം, ഒരു ഗ്രൂപ്പിനെ പറയുന്നത് കാരണം മാത്രമല്ല, ഒരുപാട് ടീച്ചേഴ്സ് ഉള്ളത് കാരണവും ടീച്ചർ എന്നുള്ളത് എന്ത് നൗണാണ്? കോമൺ നൗൺ. But when I am telling that, okay, I am calling myself, okay, എൻ്റെ പേര് എന്ന് പറയാം, my name is Chitra. So if I am writing Chitra teacher, okay, for example a child is saying, okay, I am going to study Chitra teacher subject. Okay, that means English. So Chitra teacher. സോ ചിത്ര ഇസ് ദ നെയിം ഓഫ് എ പെർട്ടിക്കുലർ ടീച്ചർ. ഒരു ടീച്ചറിൻ്റെ പേര് എടുത്ത് പറയുകയാണ്. ചിത്ര എന്ന് പറയുന്നത് ഒരു ടീച്ചറിൻ്റെ പേരാണ്. ഓക്കെ, അത് കാരണം അതൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു നെയിം ആയത് കാരണം ഇറ്റ് കംസ് അണ്ടർ പ്രോപ്പർ നൗൺ. മനസ്സിലായോ? നൗ ലെറ്റ്സ് സീ ദ സെക്കൻഡ് എക്സാമ്പിൾ വിച്ച് ഐ ഹാവ് റിട്ടൺ ഹിയർ, ബുക്ക്. സോ ഇഫ് ഐ എം ആസ്കിംഗ് എ ചൈൽഡ്, ഓക്കെ രേവതി പ്ലീസ് ടേക്ക് യുവർ ഇംഗ്ലീഷ് ബുക്ക്. ഓക്കെ, book. Okay, take your book. Revati, take your book. അപ്പോൾ ബുക്ക് എടുക്കാൻ പറയുകയാണ്. സോ നൗ ദ ചൈൽഡ് വിൽ ഹാവ് സോ മെനി ബുക്സ് അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്പെസിഫിക് ആയിട്ട് ഞാൻ ഇന്ന ബുക്ക് എന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ സ്പെസിഫിക് ആയിട്ട് പറയുന്നു ഇംഗ്ലീഷ് ബുക്ക് എന്ന് ഞാൻ പറയുവാണ്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് നോട്ട് ബുക്ക് എന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ വരുന്നുണ്ട് ബുക്ക് എന്ന് പറയുന്നത് ഒരുപാട് ബുക്സ് ഉള്ളതിൽ ഒരു ബുക്ക്. അപ്പോൾ ഇറ്റ് ഈസ് എ കോമൺ അല്ലേ? കോമൺ നെയിം. ബുക്ക് എന്ന് പറയുന്നത് കോമൺ ആണ്. therefore ഇറ്റ് കംസ് അണ്ടർ കോമൺ നൗൺ. പിന്നെ ഞാൻ ഇംഗ്ലീഷ് നോട്ട് ബുക്ക് അല്ലെങ്കിൽ ജിയോഗ്രഫി ഓർ മാത്തമാറ്റിക്സ് ബുക്ക് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഐ എം ഗിവിങ് ദ ബുക്ക്, ഐ എം കോളിങ് ദ ബുക്ക് ബൈ എ പെർട്ടിക്കുലർ നെയിം. ആ സബ്ജക്റ്റിൻ്റെ പേരെടുത്ത് പറയണം. അപ്പോൾ സബ്ജക്റ്റിൻ്റെ പേര് എന്ന് പറയുന്നത് പ്രോപ്പർ നൗൺ ആണ്. ഓക്കെ, അഗെയിൻ കമ്മിങ് ടു ദ തേർഡ് എക്സാമ്പിൾ, പ്ലേസ്. See, there are so many places in this world അല്ലേ? ഒരുപാട് സ്ഥലങ്ങളുണ്ട് അല്ലേ? അത് കാരണം
Place is again a general term, general name or a common name. Okay. Whereas when I say Katakada, Katakada is the name of a particular place. ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള നെയിമാണ് ഒരു പ്ലേസിൻ്റെ, അല്ലെങ്കിൽ പെർട്ടിക്കുലർ ഏരിയയുടെ പേര് ഞാൻ എടുത്ത് പറയുകയാണ്. ഓക്കെ, അത് കാരണം അത് കാട്ടാക്കട ഇസ് എ നെയിം ഓഫ് എ പെർട്ടിക്കുലർ പ്ലേസ്. അത് കാരണം അത് പ്രോപ്പർ നൗൺ ആണ്. ഓക്കെ, നെക്സ്റ്റ് ഗേൾ, ഗേളോ ബോയോ എന്ത് വരുവാണെങ്കിലും ദർ ആർ മെനി ബോയ്സ്, ദർ ആർ മെനി ബോയ്സ് ആൻഡ് മെനി ഗേൾസ് ഇൻ എ ക്ലാസ് റൂം അല്ലേ. അപ്പം ഇറ്റ് ഈസ് എ കോമൺ തിങ്. അത് കാരണം ഗേൾ ബോയ് എന്നൊക്കെ വരുന്നത് കോമൺ ആണ്. വേറാസ് വെൻ ഐ എം കോളിംഗ്, ഓക്കെ, ഹേയ് സോന കം ഹിയർ, സോന ഇവിടെ വരൂ. അപ്പം സോന എന്നുള്ളത് ആ പെൺകുട്ടിയുടെ ഗേളിൻ്റെ പേരാണ്. അപ്പോൾ അങ്ങനെ എടുത്ത് വിളിക്കുമ്പോൾ സോന എന്നുള്ളത് പ്രോപ്പർ നൗൺ, പ്രോപ്പർ നെയിം എടുത്ത് വിളിക്കുന്നതാണ് പ്രോപ്പർ നൗൺ ആണ്. ഓക്കെ, നൗ ദ ലാസ്റ്റ് എക്സാമ്പിൾ വിച്ച് ഐ ഹാവ് റിട്ടൺ, കൺട്രി. ഓക്കെ, കൺട്രി എന്ന് പറയുന്നത് സെയിം ആണ്. ദേർ ആർ സോ മെനി കൺട്രീസ്, ഒരുപാട് കൺട്രീസ് ഉണ്ട്, ഒരുപാട് രാജ്യങ്ങളുണ്ട് അല്ലേ. അത് കാരണം കൺട്രി എന്ന് പറയുന്നത് കോമൺ ആണ്, കോമൺ നൗൺ. Whereas when I call the country, address the country by its name, ഒരു കൺട്രിയെ പേരെടുത്ത് വിളിക്കുകയാണ്, ഇന്ത്യ, കാനഡ, USA, റഷ്യ, ഓക്കെ, നമ്മൾ പേര് പ്രത്യേകം എടുത്ത് പറയുമ്പോൾ ഇറ്റ് കംസ് അണ്ടർ പ്രോപ്പർ നൗൺ. കാരണം പ്രോപ്പർ ആയിട്ടുള്ള നെയിം പറയുകയാണ് അല്ല. വെറുതെ നമ്മൾ കൺട്രി എന്ന് പറയുകയാണെങ്കിൽ കോമൺ. ബട്ട് വെൻ ഐ സേ കാനഡ, കാനഡ എന്ന് പറയുന്നത് പ്രോപ്പർ നെയിം ആയത് കാരണം ഇറ്റ് കംസ് അണ്ടർ പ്രോപ്പർ നൗൺ. ഇത്രയേ ഉള്ളൂ. ഇറ്റ്സ് സോ സിമ്പിൾ. അപ്പം ഇനി ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ ബുദ്ധിമുട്ട് ഉണ്ടാകത്തില്ല എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, സോ സീ യു സൂൺ വിത്ത് അനദർ വീഡിയോ. വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, അൻറ്റിൽ ദെൻ